ഈ അവസ്ഥയിലും ആ 2 പടിയിറക്കങ്ങൾ ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. ഒരു പക്ഷേ ഈ 4 വർഷത്തിനിടെ ആ മാന്ത്രികൻ കളിക്കാത്ത ആദ്യ സീസണായിരിക്കും ഒരു പക്ഷേ. എന്നാൽ ഈ സീസൺ കളിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം, എന്നാൽ മറിച്ച് അതിനിരട്ടി ദുഃഖമുണ്ട്. പക്ഷേ എന്നാൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു നാൾ അത് സംഭവിച്ചിരിക്കും. ചെറിയ വർക്കും കാര്യമൊക്കെ ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ള എനർജി വെച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അങ്ങനെ ഫൈനലി ISLന്റെ പുതിയൊരു തീരുമാനം വന്നു. ഫെബ്രുവരി 15 മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുമെന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കായിക മന്ത്രാലയം നമ്മളെ അറിയിച്ചത്. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സീസൺ നടക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ലക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഷോർട്ട് സീസൺ ആണെങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുക എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വാർത്തയാണ്. പിന്നെ ചില ക്ലബ്ബുകൾ മാത്രമേ ഉള്ളൂ ഇതിന് പങ്കെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എല്ലാ ക്ലബ്ബുകളും അതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ഒരു അറിയിപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പിന്നെ ഇത്തവണ നടക്കുന്ന ഒരു സിംഗിൾ ലെഗ് മത്സരമായിട്ട് തന്നെ ഒരു ടീമിനെതിരെ ഒരു മത്സരമാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു സീസണിൽ പ്ലേ ഓഫ് പറഞ്ഞ സംഭവം ഇല്ല. അപ്പൊ അങ്ങനെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള ഒരു സീസണാണ് ഇത്തവണ നടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇത്തവണ ISL നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ഹാപ്പിയാണ്. എന്തായാലും ഫൈനലി ഇതിന്റെ ഒരു ഒഫീഷ്യൽ തീരുമാനം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇനി എന്താ നടക്കാന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം. പിന്നെ ഈ ഒരു സീസൺ നടക്കാൻ പോകുന്ന ഒരു പക്ഷെ പല ടീമുകളെയും ഇന്ത്യൻ താരങ്ങളെ വെച്ചായിരിക്കും ഒരു പക്ഷെ ഈ ഒരു സീസൺ നടക്കുന്നത്. കാരണം ഇതിനിടെ പല ക്ലബ്ബുകളെയും വിദേശ താരങ്ങളെല്ലാം ക്ലബ്ബ് കിട്ടും. അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും വരും. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല, സോ ചെറിയ പണികൾ കിട്ടി നിൽക്കണം. പക്ഷെ എന്തായാലും ഉള്ളൊരു ക്വാളിറ്റി വെച്ച് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതിനൊക്കെ എല്ലാവർക്കും